ഹലോ, ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഒഫീഷ്യൽ ട്രെയിലറാണ്. അത് കാണാൻ പോയപ്പോഴേക്കാണ് ഞാൻ വിചാരിച്ചത് റിയാക്ഷനായിട്ട് ഇട്ടാലോ എന്ന്. ഞാൻ ഗെയിം ഓഫ് ത്രോൺസിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു സീരീസ്, ഒരു സീസണ് വന്നിട്ടുള്ള ആ സീസൺ മൊത്തം ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അതിൽ കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സീസൺ കാരണം, ഈ ഫസ്റ്റ് സീസൺ ഇതിൻ്റെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ ഫസ്റ്റ് സീസൺ വന്നപ്പോൾ അതിൻ്റെ എൻഡോട് കൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസിന് തന്നെ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആ ഫൈനൽ സീസണിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിന് കുറച്ചും കൂടി ഒരു അർത്ഥം കൊടുക്കാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ കണ്ടു നോക്കാം. Targaryen, who sits the Iron Throne, is not just a king or a queen. They are a protector of the realm. Now I find myself in an impossible position. All hail King Aegon! The enemy usurped my throne. We're going to King's Landing. Now, what are we going to do about it? We must play the board before us. Proceed cautiously. Fuck dignity! I want revenge. News spreads through the realm. The great houses will come to our side. I did not think they would be so eager to die. My ships sail at your command. The realms only hope is in a leader strong enough to unite them. Do you accept me as your queen and ruler? It seems this war must end. Surely none must prevail. Not like this. I was sometimes young for our own. That makes her a fool. The enemy without may be fought with swords. The enemy within is more insidious. There is more than one way to fight a war. War is coming. Neither of us will win. ഇപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടല്ല, ഇതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ മീൻ ഈ ടോട്ടൽ സീരീസിലെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സീസൺസ് കഴിയുമ്പോൾ ഡ്രാഗൺ ഡാൻസ് എന്ന് പറയുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ബുക്കിലുണ്ട്. സോ ആ സംഭവം നടക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇവർ ഈ രണ്ട് ഗ്രീനും പിന്നെ ഈ രണ്ട് ഹൗസസും, ഗ്രീൻ റെഡും, അയ്യോ എല്ലാം മറന്നുപോയി, പക്ഷേ ഈ രണ്ട് ഹൗസസും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കും. അതിൽ ഡ്രാഗൺ ഡാൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗൺസ് തമ്മിൽ ഫൈറ്റ് ചെയ്യും, ഇവരുടെ ഡ്രാഗണും അവരുടെ ഡ്രാഗണും ഒക്കെ കൂടിയിട്ട്. ആ ഫൈറ്റിൽ വെച്ചിട്ടാണ് ഈ അങ്കിളും ഇപ്പോഴത്തെ ഏഗോണും പിന്നെ പുള്ളിയൊക്കെ മരിക്കും എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് വലിയൊരു ഒരു ഡ്രാഗൺ ഫൈറ്റ് ആയിരിക്കും. ഈ രണ്ട് ഹൗസസ് തന്നെ ഏകദേശം മുടിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു ഫൈറ്റായിരിക്കും അത് ഐ ഡോണ്ട് നോ. ഞാനിത് റാൻഡംലി എടുത്തുകൊണ്ടാണ്, കുറച്ചും കൂടി ഞാൻ സ്റ്റഡി ചെയ്ത് വരികയായിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ ശരിക്കുള്ള പേരൊക്കെ പറഞ്ഞു തരാമായിരുന്നു, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും, അല്ലെങ്കിൽ ആ കറക്റ്റ് പേരൊക്കെ ആളുകളുടെ. സോറി ഫോർ ദാറ്റ്. ബട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു 4-5 എപ്പിസോഡ് സീസൺസ് കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നതെന്ന്. പക്ഷേ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ആ ഫൈറ്റാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സെക്കൻഡ് സീസണിൽ തന്നെ അവർ ഏറ്റവും വലിയ അവരുടെ ഒരു ആയുധം ഉണ്ടല്ലോ, അത് ഇറക്കാൻ പോവുകയാണ്. ഞാൻ അറിയില്ല ഇനി ഞാൻ മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഈ സീസണിൽ എന്തായാലും അത് നന്നായിട്ട് തുടക്കം വയ്ക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു. മോസ്റ്റ് പ്രോബബ്ലി അത് ഉണ്ടായിരിക്കും.
ഫൈറ്റ്സ് ഉണ്ടായിരിക്കും. അത് ഭയങ്കര ഡെഡ്ലിയാണ്. ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻ ദിസ് ബുക്സ് എന്ന് തോന്നുന്നു. സോ അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളി കോണ്ടൻ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ തന്നെ കുറേ ഇവൻസിലോട്ട് എങ്ങനെയാണ് ഈ കഥ എത്തുന്നതെന്ന് കാണിക്കുന്ന ഒരു ഫൈറ്റും കൂടി ആയിരിക്കും. അതിൽ കുറേ റെഫറൻസസ് ഉണ്ടാവും. ആൻഡ് മോർ ദാൻ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കഥയിൽ ഒരു എസൻസ് ഉണ്ടാകണമല്ലോ, ഇങ്ങനെ ഫൈറ്റ് അതും അല്ലെങ്കിൽ ഒരു ത്രില്ലിങ് സംഭവം ഉണ്ടാകണമല്ലോ. അതിനേക്കാളും നല്ലതായിരിക്കും ഈ ഫൈറ്റ്. കാരണം കുറേ ഡ്രാഗൺസിനെ കാണും. അത് പല തരത്തിലുള്ളതുണ്ടല്ലോ, പല ശക്തിയുള്ളതും ഏറ്റവും വലുതും ഏറ്റവും ചെറുതും പക്ഷേ ഡെഡ്ലി ആയിട്ടുള്ളതും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അതിൻ്റെ തുടക്കം, അറ്റ്ലീസ്റ്റ് തുടക്കമെങ്കിലും ഈ സീസണിലുണ്ടാവും, സെക്കൻഡ് സീസണിലുണ്ടാവും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്, അത് തന്നെ തുടങ്ങാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ച് ബിൽഡപ്പായിട്ടായിരിക്കും ഈ സെക്കൻഡ് സീസൺ വരുന്നതെന്ന്. പക്ഷേ ഇതിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ദയൻ്റെ ആക്ഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് തുടങ്ങുകയാണ്. ആൻഡ് ഫസ്റ്റ് സീസൺ ഗെയിം ഓഫ് ത്രോൺസിനേക്കാളും കുറച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാത്തിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, എല്ലാത്തിനും ഒരു റീസൺ തരുന്നുണ്ട്. ഈവൻ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു കഥയ്ക്ക് പോലും ഒരു ബാക്ക് സ്റ്റോറി ഇവർ തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് കാണാൻ പറ്റുന്നു. അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു വേദനയുണ്ടല്ലോ, വേദനയും മൊത്തത്തിൽ ആ ഒരു രോഷം എല്ലാം മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. എന്തായാലും കാണാം. ജൂലൈ 16 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത്, ഒരു മാസം പോലും ഇല്ല ഇനി. അല്ല, ഒരു മാസം ഉണ്ട്. ഇന്ന് 16 അല്ലേ, ഇന്ന് 17. ഒരു മാസം പോലും ഇല്ല. അപ്പോൾ നെക്സ്റ്റ് മന്ത് കാണാം. Okay, so waiting for that. Bye for now.